വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുമില്ല, സ്വാഗതമൊക്കെ പറയാൻ പഠിച്ചല്ലോ നോക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ്റെ ഉള്ളിലെ വ്ളോഗർ എണീറ്റ് വരുന്നേ ഉള്ളൂ. അതെ, താമസമാണ് ഭയങ്കര എണീറ്റ് വരാൻ. ഇത് നമ്മുടെ ഓണത്തിന് കിട്ടിയ പായസം മിക്സാ. ഇന്നങ്ങ് വെച്ചേക്കാം. കഴിഞ്ഞ തവണ ഓണത്തിന് കിട്ടിയ പായസം മിക്സ് കഴിഞ്ഞ മാസമായിരുന്നു വെച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് അത്രയും ദിവസം വെച്ചോണ്ടിരിക്കണ്ട. സേമിയയാണേ. പക്ഷെ ഇതില് പായസത്തിനെക്കാട്ടിലും കൂടുതൽ പഞ്ചാരയുണ്ട്. പിന്നെ പായസത്തിന് പഞ്ചസാര ഇല്ലേടാ. പഞ്ചാരയൊക്കെ ഇട്ടൊക്കെ കുടിച്ചാൽ ഇല്ലാത്ത അസുഖം. അതങ്ങോട്ട് ഇട്ട് തിന്നാ പായസമായോ? ഇത് പായസത്തിന് വേണ്ട എല്ലാ സാധനവും അതിനകത്തുണ്ട്. ഞാൻ നമ്മള് പാലിനകത്ത് ഇട്ട് ഒന്ന് വേവിച്ചിട്ട് പാലിച്ചിരി കൂടുതലോട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാ. ഇപ്പൊ തേങ്ങാപ്പാൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പാല് കുറച്ചിട്ട് തേങ്ങാപ്പാൽ കൂട്ടി. ഇത്രയും തേങ്ങാപ്പാൽ, ഇത്രയും തനി പാലാ. തുള്ളി വെള്ളം ചേർക്കാതെ ഞാൻ പിഴിഞ്ഞു വെച്ചത്. പാല് കുറച്ചല്ലേ, ഇത് വെള്ളത്തിൽ പാല് വെച്ചത്. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ കൂടുതലുള്ളതാണ് പാല് കുറച്ചത്. അല്ല, അതില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ഷുഗർ കട്ടാണ്, എന്നാലും കുറച്ച് വെച്ചാൽ മതി. ഈ നെഗറ്റീവ് പറയല്ല, പക്ഷെ ഷുഗർ കഴിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. വല്ലപ്പോഴും കുറച്ച് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോട്ടെ. ആരാ എന്നും ഷുഗർ കഴിക്കുന്നേ? ഞാൻ പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കുന്നില്ല. അമ്മയുടെ ബ്ലഡൊക്കെ പരിശോധിച്ചാൽ ചോരക്കാട്ടിലും കൂടുതൽ ഷുഗറായി. അമ്മ എവിടെ ഏറ്റവും കൂടുതൽ പഞ്ചസാര കഴിക്കുന്നേ? അതിന് ഞാൻ രാവിലെ വൈകുന്നേരം മാത്രം ഓരോ കപ്പ് കാപ്പി കുടിക്കുന്നുള്ളൂ. അതിനകത്ത് മാത്രം 2 സ്പൂൺ വെച്ച് പഞ്ചസാര ഇടും. അപ്പം 4 സ്പൂൺ. ഒരു കാപ്പിക്കകത്ത് 2 സ്പൂൺ. ഓടാ, പഞ്ചസാര ടെന്നി കിടക്കുന്ന കുഞ്ഞു സ്പൂൺ അല്ലേടാ. അതൊക്കെ പോണം കേട്ടോ. ഉണ്ടാക്കാം അമ്മേ. ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മുടെ പായസം മിക്സ് ഒക്കെ വെന്തു, സേമിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിലോട്ടെ ഞാനിത് കുടിക്കാം. സേമിയല്ലേ എനിക്ക് ആദ്യം ഇഷ്ടമുള്ള, ഞാൻ കുടിക്കുന്ന ആഗ്രഹമുള്ളൊരു പായസം അല്ലേ. ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് കട്ടയായേ, അത് ഐസ്ക്രീം പോലെയായി. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പായസം റെഡിയായി. ഇതിനകത്തൊരു തുള്ളി ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാവേ. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച മിക്സ് അല്ലേ, പാലിനകത്തോട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം നമ്മുടെ പായസം റെഡിയായി. നമുക്കിതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. തിളപ്പിക്കണ്ട, മൂടി വെച്ച് നിർത്തിയിട്ട് മൂടി വെച്ചാൽ മതി. ശകല നേരം അവിടെ ഇരിക്കട്ടെ. ചൂട് പായസം നല്ല ചെറിയ ചാറ്റമഴയും നല്ല ചൂട് പായസവും. ചെറിയ ചാറ്റമഴ, നല്ല തണുപ്പും, ചൂട് പായസവും. അടിപൊളിയല്ലേ? അടിപൊളി. ഒരു ദിവസം കൊണ്ട് കാലാവസ്ഥ മാറിയോ, മാറ്റം അല്ലേ? ഏലക്ക ഒത്തിരി ഉണ്ടെന്ന് മാഞ്ഞ് വാരിയിട്ടോ. പൊടി ഇട്ടായിരുന്നു, ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ടു. ഞാൻ കണ്ടില്ല. എന്നാ തണുപ്പാ ഇന്ന്. നല്ല രസമുണ്ടല്ലേ? ഇടയ്ക്ക് അമ്പലത്തിലെ പാട്ടും കേൾക്കുന്നുണ്ട്. വൈകുന്നേരം ആയില്ലേ, മഴ കാലാവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. 2 ദിവസം വെയില്. ഒരു കപ്പളങ്ങ എടുത്ത് കിടപ്പുണ്ട്. അത് പറയാം. കപ്പളത്തിന്റെ മണ്ട തീർന്നു പോയി. കുരിപ്പായി ഇനിയില്ല. കുഞ്ഞിക്ക് വേണ്ട കുഞ്ഞി. ഈ ആത്ത 2 ആത്തക്കാ കിടപ്പുണ്ട് കേട്ടോ. ഞാനത് 2 ദിവസമായുള്ളൂ കണ്ടിട്ട്. ഒന്നും ആയില്ല. ഒന്നും ആയില്ലല്ലോ. എനിക്ക് എവരെല്ലാം വെട്ടിക്കളഞ്ഞാൽ ഞാൻ ഓർത്തത് കായ്ക്കില്ലായിരിക്കും. പക്ഷെ അത് 2 കായുണ്ട്. ഇന്നെന്താ വൈകുന്നേരം പിന്നെ ഈ പായസം അങ്ങ് വെച്ചേ? ഇത് മറ്റേ ഓണക്കിറ്റിനകത്ത് കിട്ടിയ പായസം. എന്നാന്നോ, കഴിഞ്ഞ തവണ കിറ്റിനകത്തുനിന്ന് പായസം കിറ്റ് കിട്ടിയിട്ട് ഈ കഴിഞ്ഞ മാസവും കണ്ടാവുന്ന വെച്ചത്. മറന്നു പോകും പിന്നെ ഇതിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഓർത്തപ്പോ കണ്ടപ്പോ അങ്ങ് വെച്ചതാ. തേങ്ങാപ്പാലാ, അതാ. മറ്റേ പാല് മേടിച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. തേങ്ങാപ്പാൽ അങ്ങോട്ട് എടുത്ത് വെച്ചു. തേങ്ങാപ്പാലിന്റെ ടേസ്റ്റാ എനിക്ക്. പക്ഷെ തേങ്ങാപ്പാൽ ഇരിക്കുന്ന ഇഷ്ടം. അവസാനം ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് വാങ്ങിയാലേ സേമിയ ആണേലും നല്ല സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ ടേസ്റ്റ് വരും.
ചുമലൊഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇച്ചിരി തേങ്ങാപ്പാലോട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പം നമ്മളേ നല്ല സൂപ്പർ ചൂട് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇന്നലെ ചന്തയ്ക്ക് പോയപ്പോൾ ഒരു 10 രൂപയ്ക്ക് എത്ര പാവയ്ക്കാന്നറിയാം കിട്ടിയത്? 11 പാവയ്ക്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2-3 വലുതായിരുന്നു. 2-3 വലുതായിരുന്നു. ബാക്കി മീഡിയോ. അപ്പൊ ഇനി നിങ്ങൾ ഇനിയിപ്പോ അതുകൊണ്ട് ഇനിയിപ്പോ പാവയ്ക്ക ആയിരിക്കും ഇനി നിങ്ങൾ പാവയ്ക്ക അവിയല്, പാവയ്ക്ക സാമ്പാർ, പാവയ്ക്ക ചമ്മന്തിയൊക്കെ. ഇവരെ കൊണ്ട് ചന്തയ്ക്ക് പോലത്തെ കുഴപ്പമില്ല. അതിന് ഞങ്ങൾ കൂടുതലൊന്നും മേടിച്ചില്ലല്ലോ. 10 രൂപയുടെ മേടിച്ചുള്ളൂ. 20 രൂപയ്ക്ക് 1 കിലോ വെണ്ടയ്ക്ക. 1 കിലോ വെണ്ടയ്ക്ക എന്ന് തരും? അത് ശരിയാ. അത് നമുക്ക് മറ്റേ കുറച്ച് തീയൽ വെക്കാം. വെണ്ടയ്ക്ക തോരൻ വെക്കാം. വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ വറുത്തരച്ച് വെച്ചാൽ നല്ലതാ. പല പല ഐറ്റം വെക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ചേർക്കാനും നല്ലതാ. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് ആ പാവയ്ക്കൊക്കെ റെഡിയാക്കുക. ഞങ്ങൾ പാവയ്ക്കാത്തീൽ വെക്കാൻ പോവാ. ഞാനപ്പോൾ എനിക്ക് ടൗണിലൊന്ന് പോകണം, ഞാൻ പോയിട്ട് വരാം. വൈകിട്ട് പാവയ്ക്കാത്തീലും കഞ്ഞിയും കേട്ടോ. അപ്പൊ ഞങ്ങള് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിയച്ചാ ഇനി പാവയ്ക്കാതിൽ വെക്കും. ആയിക്കോട്ടെ. നമ്മുടെ പാവയ്ക്കാത്തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തീയലിനുള്ള തേങ്ങ വറുത്ത് ശകലം നോക്കണം തോന്നുന്നു. തേങ്ങ വറക്കുന്നു. അവിടെ പാവയ്ക്കായ്ക്കുള്ള എണ്ണ തിളച്ചു. ഇനി ഞാൻ അതിനകത്തോട്ട് ഈ ഉള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാവയ്ക്കായില്ല. അപ്പൊ ആദ്യമായിട്ടേ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി വറുത്ത് കോരിയെടുക്കാൻ. ഉള്ളി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഉള്ളി ഇഞ്ചി. ഇനിയേ ചേട്ടാച്ചന് ആവശ്യമുള്ള മുട്ടയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നുണ്ടോ? മുട്ടയുണ്ട്, പഴമുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ചേട്ടാത്തിന് തന്നെയൊന്നും അല്ല അല്ലേ? അതെ അതെ അതെ. നല്ല മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഇടാം. നുള്ള ഇടാവുള്ളേ. കണ്ടോ നുള്ളത്? കണ്ടോ എന്റെ ഞുള്ളു കണ്ടോ? കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. വേണ്ട വേണ്ട, അടുത്തൊരു ഞുള്ളു തരാം. ഇപ്പൊ ഉള്ളിവായി ദേശം ആയി വരുന്നതേ ഉള്ളൂ. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നാ ആയിട്ടിട്ടാ പോരെ. അന്നേരം ഇത് മൂത്ത് പോകില്ല. ഇപ്പൊ ഇനി ഇഞ്ചിയും കൂടെ ഇട്ടാൽ ഇഞ്ചി ഉള്ളിയും കൂടെ ഒന്നിച്ച് മൂത്ത് കിട്ടും. നമ്മുടെ ഇഞ്ചി ഉള്ളി മൂത്തിട്ടുണ്ട്. കോരി എടുക്കുവാണോ ഇത്? ഇത് കോരി അങ്ങ് വെച്ചിട്ട് വേണം ഇനി പാവയ്ക്കായ. കറക്റ്റിന് മൂത്ത്. പിന്നെ ചേട്ടാച്ചൻ എന്നാണേലും അത്യാവശ്യമായിട്ട് 10 കോഴിയെ മേടിച്ചു കൊടുക്കണം. അതെ 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 അല്ലേ? 2 പേരോട് നോക്കിക്കാണാം. ഞാൻ നോക്കത്തില്ല, ഞാൻ തിന്നത്തേ ഉള്ളൂ. അല്ല, കോഴിയെ നോക്കാൻ അവനും മുട്ട നിനക്കുവോ? അതേ ഉള്ളല്ലോ. കടി ഇടുവാണോ അതിൻ്റെ അകത്തൊക്കെ? അത്രയോളം ഇല്ലല്ലോ അച്ഛേ, എടുത്തില്ലല്ലോ. അത്ര മുളക് കൂടെ നോക്കില്ല. ഇതിനകത്തോട്ട് ഇട്ടോളൂ. ഇനി മാറി നിൽക്കുന്നുണ്ടോ? എനിക്കറിയാം. നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഈ പാവയ്ക്ക അങ്ങോട്ട് വറക്കാം. നല്ലപോലെ ഉള്ളി വറുത്ത പോലെ പത്രം വറക്കണ്ട. ഒന്ന് വെന്ത് പകുതി വറക്കണം. ഇങ്ങനെ വറുത്തെടുക്കണം അല്ലേ? ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അറിയാമല്ലോ, എടുക്കുന്ന കണ്ടോണ്ട് പറഞ്ഞതാ. ശരി, ഞാൻ എടുക്കുന്ന കണ്ടിട്ട് പറഞ്ഞതല്ലേ. ഈ ഇച്ചിരി നേരം തീ കിടക്കണം. അത് കഴിഞ്ഞ് എന്നെ ഇളക്കി തീ കുറച്ച് നേരം കിടന്നിട്ട് വെള്ളമൊന്നും സെറ്റ് ആവട്ടെ അല്ലേ? അപ്പം നമ്മുടെ പാവയ്ക്കായിട്ട് നല്ലപോലെ വെന്ത് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തോട്ടേ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം.
പാവയ്ക്ക വെന്തു പറന്ന് വന്നിട്ടുണ്ട്. ഇനി പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി നേരെ ഇരുന്നേ. ടേസ്റ്റ് ആവാൻ അല്ലേ പുളിയുടെ. ജിമ്മന് ഇവിടെ മുട്ടയൊക്കെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മുട്ടയൊക്കെ തിന്നട്ടെ. അതെ അതെ. ഇതിനകത്തോട്ട് നമുക്കേ ഇഞ്ചി ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. സെറ്റായി. ഞാൻ അവിടെ ഇരിക്കട്ടെ അല്ലേ? അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി. ഇനി ഇരിക്കണ്ട. ആയോ? ഇതിനകത്തോട്ട് നമുക്ക് പാവയ്ക്കായി പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ ചൂടായി. നമുക്ക് ഇതിനകത്തോട്ടേ ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചേർത്തുള്ള അരപ്പാ അത്? ഇത് തേങ്ങായും വറുത്ത് മുളക് പൊടി കരിയേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് അത് അരച്ചെടുത്തതാണ്. ഇനി നമുക്കേ ഇത് വറുത്തരച്ചതാണ്, വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി നമുക്കിതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറേ തേങ്ങ വറുത്തായി അരച്ചതായത് കൊണ്ടേ നല്ല ഇതേ പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ കഴുകി നല്ല തിളച്ച വെള്ളം ഒഴിച്ചങ്ങോട്ട് കലക്കി ഒഴിക്കാം. തിളച്ച വെള്ളം കഴുകി ഒഴിച്ചു കൊടുക്കാം. റെഡി ആയില്ല. ഇനി നല്ലപോലെ ഇളക്കി കൂട്ടട്ടെ. എന്നിട്ട് പുളിയൊക്കെ മതിയോന്ന് നോക്കണം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇപ്പം കറക്റ്റായി. ഇനി നമുക്കിതിനകത്തേ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ചെറിയ കയ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ശർക്കരയാണ് ഇടേണ്ടത്. നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണേ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര അങ്ങിട്ടെന്നേ ഉള്ളൂ. ഉണ്ടോ? കറക്റ്റായില്ലേ? റെഡിയായോ? റെഡിയായത്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ? വറുത്തരച്ച കറി ഇങ്ങനെ എണ്ണ തെളിയണം, തിളച്ച്. അപ്പം നമ്മുടെ കറി പ്രത്യേകം കഴിച്ചേക്കാം. സ്പെഷ്യൽ കൊള്ളാം, നല്ല അടിപൊളി സാധനം. കഴിച്ചില്ലല്ലോ. ഞാൻ ഈ മീനിന്റെ കാര്യം പറഞ്ഞു. മീനും കഴിച്ചില്ലല്ലോ. മീൻ കഴിക്കാന്നില്ല, ഞാനല്ല വാങ്ങിച്ചോണ്ട്. നല്ല അടിപൊളി സൂപ്പർ. വാങ്ങിച്ച ടേസ്റ്റ് അറിയും. പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്. സമ്മതിക്കത്തില്ലേ? ഉണക്കമീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഞ്ഞേ എന്നാ സ്പെഷ്യൽ? ആ ഓക്കെ, താങ്ക് യു. അത് കൊള്ളാം. കൊണ്ടുവന്ന് വെച്ചിട്ട് ആകുന്നില്ലേ? കമത്തറ വേണ്ട, ബുദ്ധി വേണം. വാവച്ചേ തീയലങ്ങണം നമ്മളോട്. പൊളിയുന്നില്ലേ അത്? പുളി പിഴിഞ്ഞു വെച്ചായിരുന്നു. ആ ചീരത്തോരൻ ഒരു ശകലം ഇങ്ങോട്ട്. നല്ല ചീരയല്ലായിരുന്നോ? അടിപൊളി ചീര കേട്ടോ, സൂപ്പർ ചീരത്തോരൻ. പക്ഷെ നല്ല ചീര. ഈ പാവയ്ക്ക തീയലിനെ പുളി പിഴിഞ്ഞെന്ന് പറഞ്ഞാലും നല്ല കയ്പുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം കയ്പുണ്ട്. കയ്പ് കൂടുതലാകൊണ്ടായിരിക്കും. അല്ല, അതാ പറഞ്ഞ കയ്പ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും 10 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്രയാണെന്ന് തന്നെ. പിന്നെ അവര് തിന്നു നോക്കിയിട്ടല്ലേ പാവയ്ക്ക പറിച്ചു തരുന്നത്. എന്നിട്ടായിരിക്കും പാവയ്ക്ക പൊതുവെ കയ്പുള്ളതാ. ഇറച്ചിയില്ലേ എല്ലാം ഇനി ബോൺലെസ് മേടിക്കണം. നിനക്കത് മതിയോ? മതി. നമുക്ക് വൈകുന്നേരം
ഇങ്ങനത്തെ ചോറൊക്കെ കഴിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഉം. ഇതുപോലെ വല്ലതും തുടങ്ങിയാലോ? ചിക്കൻ ഫ്രൈയോ ഉം. മുട്ട പുഴുങ്ങിയതൊക്കെ അല്ലേ? എനിക്ക് വേണ്ട. ജിമ്മിലും പോ. നല്ല തീരുമാനം. അമ്മ വേണം പോകും. എനിക്ക് 70-ാം വയസ്സിൽ ആരോഗ്യം സംരക്ഷിക്കാൻ ജിമ്മിൽ പോയെന്നുള്ളൊരു അങ്ങനെ കഞ്ഞിയും പേരും കപ്പയൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ആരോഗ്യം നോക്കത്തില്ല. പാടെ ഇവിടെ ഒരു ചെറുക്കൻ മാത്രമേ ഉള്ളൂ അവിടെ ആ അടുക്കള കിടന്ന് ഉത്സാഹിക്കുന്നത് കണ്ടോ? എനിക്ക് തിന്നാനാ. നിനക്ക് തിന്നാനാണോ? അല്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാനൊന്നും അല്ല. അല്ല എനിക്കൊരെണ്ണം കിട്ടിയായിരുന്നു. ഇവർക്കൊന്നും ഇഷ്ടമല്ല. നന്നായിരുന്നു, കഴിച്ചോ. നമുക്ക് അപ്പം എല്ലാം റെഡിയല്ലേ? പിടിക്കാം. അപ്പം ടേസ്റ്റ് അല്ലായിരുന്നോ? സൂപ്പർ സാധനം. ടേസ്റ്റ് അല്ലായിരുന്നോ? പിന്നെ? ഉണ്ടാക്കിയ ആളോട് തന്നെ അടിക്കുന്നത് അല്ലായിരുന്നോ? എന്തോ പാവയ്ക്കാൻ തീരുന്നില്ല. പാവയ്ക്കത്തില്ലെന്നല്ല, ആ. ഇത് ചീരയും കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.